ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൂ സ്റ്റോറി ചാനൽ. ഈ ചാനലിൽ റിയൽ ലൈഫിൽ സംഭവിച്ച കുറച്ച് വ്യത്യസ്തമായ ഷോർട്ട് സ്റ്റോറീസാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അങ്ങനത്തെ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. വർഷം 1980. ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും 2 മണിക്കൂർ ദൂരെയുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത ബോബി ആ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു. ഒരു പുതിയ സ്ഥലം, അവിടെ ആരെയും പരിചയമില്ല. അതുകൊണ്ട് തന്നെ ബോബിക്ക് കുറച്ച് ടെൻഷനുണ്ട്. കോളേജിലെത്തിയ ബോബി കണ്ടത് തന്നെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ അവരുടെ പാരൻസിൻ്റെ അടുത്ത് ബൈയും പറഞ്ഞ് വലിയ ബാഗും ബോക്സുകളുമായി ഹോസ്റ്റൽ റൂമിലേക്ക് പോകുന്നതാണ്. ബോബി തൻ്റെ ബാഗ് എടുത്ത് ഹോസ്റ്റൽ ബിൽഡിങ്ങിലേക്ക് നടന്നു. പക്ഷേ അങ്ങോട്ടുള്ള വഴിയിൽ തനിക്ക് തീരെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ നേരത്തെ അറിയാവുന്ന രീതിയിൽ നോക്കുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി. ആൾക്കാർ കൈ കാണിക്കുന്നു, നോക്കിച്ചിരിക്കുന്നു. ഒരു കുട്ടി ഓടി വന്ന് "നീ തിരിച്ചു വന്നല്ലേ" എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ബോബി ഉടനെ നിങ്ങൾക്ക് ആള് മാറിയെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടി ചിരിച്ചങ്ങ് നടന്നുപോയി. ഹോസ്റ്റൽ ബിൽഡിങ്ങിലെത്തിയ ബോബി ഹാളിലൂടെ നടക്കുമ്പോൾ ആൾക്കാർ അവന് ഹൈഫൈ കൊടുക്കുന്നു, തോളിൽ തട്ടുന്നു, നേരത്തെ പരിചയമുള്ള രീതിയിൽ വളരെ ഫ്രണ്ട്ലി ആയി പെരുമാറുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ബോബി നടന്നു. അപ്പോഴാണ് ഒരു സ്റ്റുഡൻറ്റ് "ഹേ എഡി, എന്തൊക്കെയുണ്ട് വിശേഷം" എന്ന് പുറകിൽ നിന്ന് ഉറക്കെ വിളിക്കുന്നത്. ആരാ സംസാരിക്കുന്നതെന്ന് ബോബിക്ക് അറിയില്ലെങ്കിലും ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് തന്നോടായിരിക്കുമെന്ന് ബോബിക്ക് മനസ്സിലായി. ബോബി തിരിഞ്ഞു നോക്കി. അവിടെ ഒരു കുട്ടി കൈ വീശി കാണിക്കുന്നുണ്ട്. "ഹായ് എഡി, എങ്ങോട്ടാ, എന്താ പരിപാടി?" ബോബി അവൻ്റെ അടുത്ത് പോയി പറയും, "ഞാൻ എഡിയല്ല, പക്ഷെ എല്ലാവരും ഞാൻ എഡിയാണെന്നാണ് വിചാരിക്കുന്നത്." "ആരെ ഈ എഡി?" പക്ഷേ ആ കുട്ടി ഇതൊന്നും കാര്യമാക്കാണ്ട് ഇതൊരു തമാശയായി എടുത്തു. "എന്തായാലും നീ നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തല്ലോ" എന്നും പറഞ്ഞ് അവൻ നടന്നു പോകും. ആകെ കൺഫ്യൂസ്ഡായ ബോബി തൻ്റെ റൂമിൽ പോയി വാതിൽ പൂട്ടി അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചിരിക്കും. ഉടനെ ഡോറിൽ ആരോ മുട്ടുന്നു. ബോബി വിചാരിക്കും, ബെസ്റ്റ്, ഇനി ആരാ ഞാൻ എഡിയാന്നും പറഞ്ഞ് വരാൻ പോകുന്നത്. ബോബി വാതിൽ തുറന്നു. അവിടെ തനിക്ക് അറിയാത്തൊരു കുട്ടി നിൽക്കുന്നുണ്ട്. ബോബിയെ കണ്ടതും ആ കുട്ടി ഒരു മിനിറ്റ് സ്റ്റക്കായ മാതിരി. അവർ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. ആ കുട്ടി ചോദിക്കും, "നിന്നെ ആരെങ്കിലും ദത്തെടുത്തതാണോ?" ബോബി പറയും, "അതെ." "നിന്റെ ബർത്ത്ഡേ ജൂലൈ 12-നാണോ?" ബോബി വീണ്ടും "അതെ." അവനൊരു ദീർഘശ്വാസം വിട്ടിട്ട് പറയും, "എൻ്റെ പേര് മൈക്കിൾ. എഡി എന്ന് പറഞ്ഞ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ്. നിന്നെ കണ്ടാൽ അവൻ്റെ ക്ലോൺ മാതിരി തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെന്നാണ്." കാര്യം കുറച്ച് വിചിത്രമാണെങ്കിലും ഈ പറഞ്ഞത് ശരിയാവാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് ബോബിക്ക് തോന്നി. ബോബി തനിക്ക് എഡീനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് മൈക്കിളിൻ്റെ അടുത്ത് ചോദിക്കും. ഈ കൊല്ലം എഡി സ്കൂളിലേക്ക് വരുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ബോബിയെ കണ്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായത്. എഡി ഇവിടെ എല്ലാവർക്കും വലിയ കാര്യമാണ്. മൈക്കിൾ പറയും, "നമുക്ക് എഡിയെ ഫോണിൽ വിളിച്ചിട്ട് എവിടെയെങ്കിലും ഒരുമിച്ചിരുന്ന് പരിചയപ്പെടാം." അവർ ഉടനെ ഒരു ഫോൺ ബൂത്തിൽ കയറി എഡിയെ വിളിക്കും. എഡി ഫോൺ എടുത്തപ്പോൾ ബോബി പറയും, "ഹലോ എഡി, എൻ്റെ പേര് ബോബി. ഇവിടെ എല്ലാവരും എന്നെ എഡി ആയിട്ടാണ് കാണുന്നത്." അപ്പോൾ എഡി പറഞ്ഞു, എന്നെ ഇതും പറഞ്ഞ് കുറച്ച് പേർ വിളിച്ചിട്ടുണ്ടായിരുന്നു." ബോബി ആദ്യമായി എഡിയുടെ ശബ്ദം കേട്ടപ്പോൾ തൻ്റെ സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നി. ഒടുവിൽ മൈക്കിളിനെയും ബോബിനെയും തൻ്റെ വീട്ടിലേക്ക് എഡി ക്ഷണിക്കും. അവർ അന്ന് തന്നെ ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് എഡിയുടെ വീട്ടിലെത്തും. അവർ എത്തിയപ്പോൾ രാത്രിയായി. ഒരു ശാന്തമായ സ്ഥലത്ത് അവിടെ എഡിയുടെ വീട്ടിൽ മാത്രം ലൈറ്റുകൾ ഓണായിരുന്നു. ബോബി ഡോറിൽ മുട്ടാൻ പോകുമ്പോഴേക്കും എഡി വാതിൽ തുറന്നു. ബോബി കണ്ടത് തൻ്റെ അതേ രൂപമുള്ള ഒരാൾ ക്ലോൺ ചെയ്ത് വെച്ച പോലെ. ഒരു സംശയമില്ല, അവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് തന്നെ. മൈക്കിൾ പിന്നീട് പറയും, അവർ ആദ്യം കുറച്ചു നേരം മിണ്ടാതെ നിന്നെങ്കിലും അവർ പെട്ടെന്ന് കമ്പനിയായി. അവരുടെ പെരുമാറ്റ രീതികളിലും സാമ്യതയുണ്ടായിരുന്നു. ഈ കഥ അവിടുത്തെ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സിന്റെ ശ്രദ്ധ നേടി. അപ്പോൾ ഇത് അന്വേഷിക്കാൻ ഒരു റിപ്പോർട്ടറിനെ അവർ വിടും. റിപ്പോർട്ടർ ഇവരെ കണ്ടപ്പോൾ ഇത് സത്യമാണെന്ന് മനസ്സിലായി. ന്യൂസ് പേപ്പർ കമ്പനി ഉടനെ അവരെക്കുറിച്ചൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യും. കാണാതായ 2 സഹോദരങ്ങൾ കൊല്ലങ്ങൾക്ക് ശേഷം യാദൃശ്ചികമായി കോളേജിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ആ സ്റ്റോറി വളരെ ഹിറ്റാവുകയും ചെയ്യും. പക്ഷേ ഇവിടെ നിന്ന് ആ സ്റ്റോറി ഒരു ട്വിസ്റ്റ് എടുക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ മറ്റൊരു ഭാഗത്ത് താമസിക്കുന്ന ഡേവിഡിനോട് അവൻ്റെ ഫ്രണ്ട്സ് ഈ ന്യൂസ് ആർട്ടിക്കിൾ ഒന്ന് നോക്കാൻ പറയും. കാരണം ഈ ട്വിൻസിൻ്റെ അതേപോലെ തന്നെയായിരുന്നു ഡേവിഡും. അതിലുപരി അവരുടെ കൈകൾ നിൻ്റേതുമായി ശ്രദ്ധിച്ചു നോക്കാനും പറയും. വലിപ്പമുള്ള കൈകളുള്ള ആളായിരുന്നു ഡേവിഡ്. ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിൽ ബോബിയും ഡേവിഡും അങ്ങോട്ടും ഇങ്ങോട്ടും തോളത്ത് കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ കൈ നല്ല വ്യക്തമായി കാണാം. അതും നല്ല വലിപ്പമുള്ള കൈകളായിരുന്നു. ഇത് കേട്ട് ഡേവിഡ് ആ ന്യൂസ് ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കും. ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും രൂപത്തിലും കൈകളിലുമുള്ള സാദൃശ്യം, അവരുടെ ഒരേ ബർത്ത്ഡേ, അതുകൂടാണ്ട് അവർ ജനിച്ച ഹോസ്പിറ്റലിലാണ് ഡേവിഡും ജനിച്ചത്. ഇത്രയും സാദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇവർ എൻ്റെ ബ്രദേഴ്സ് തന്നെ ആയിരിക്കുമെന്ന് ഡേവിഡിന് തോന്നി. ഡേവിഡ് എഡിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. എഡിയുടെ അമ്മയാണ് ആദ്യം ഫോൺ എടുത്തത്. "ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചു. "എൻ്റെ പേര് ഡേവിഡ്. ഞാൻ ജൂലൈ 12, 1961 ജനിച്ചത്. എന്നെപ്പോലെ ഇരിക്കുന്ന 2 ട്വിൻസിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഞാൻ നിങ്ങളുടെ മകൻ്റെ സഹോദരനാണെന്ന് തോന്നുന്നു." ഇത് കേട്ട എഡിയുടെ അമ്മ, "ഇതെന്തപ്പാ, കാട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് ചാടി വരുവാണോ?" എന്ന് തമാശിച്ച് എഡീനെ വിളിക്കും. അങ്ങനെ എഡിയും ബോബിയും ഡേവിഡിൻ്റെ വീട്ടിൽ പോയി. അവനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് കാണാതെ പോയ 3ാമത്തെ സഹോദരനാണെന്ന്.
കുറച്ചു നേരത്തെ പരിചയമായപ്പോൾ തന്നെ അവർ വലിയ കമ്പനിയായി. ഒരു അരമണിക്കൂർ മുമ്പ് ഡേവിഡ് ഒരു അപരിചിതനായിരുന്നെങ്കിലും അവർ തമ്മിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. ഡേവിഡിന്റെ ഫാമിലി പിന്നീട് പറയും, ആദ്യമായി വർഷങ്ങൾക്കു ശേഷം വേർപിരിഞ്ഞ 3 സഹോദരങ്ങൾ കണ്ടപ്പോൾ ഉള്ള അവരുടെ പെരുമാറ്റം അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. മൂന്നാമതൊരു ബ്രദർ ട്വിൻസിനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് വീണ്ടും ഒരു പുതിയ ന്യൂസ് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യും. ഈ ന്യൂസ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ശ്രദ്ധ നേടും, കാരണം ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഉടനെ അവരുടെ സ്റ്റോറി ഒരുപാട് മാഗസീനിൽ വരും, ന്യൂസ് ചാനലിൽ പല ഇൻ്റർവ്യൂസും ഉണ്ടാവും. അതിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമായിരുന്നു, രൂപത്തിലല്ലാണ്ട് നിങ്ങൾ തമ്മിൽ വേറെ എന്തൊക്കെ സാദൃശ്യങ്ങളുണ്ട്? അവർ പറയും, അവർ എല്ലാവരും ഹൈസ്കൂളിൽ വെച്ചിട്ട് റെസ്ലിംഗ് പരിശീലനത്തിന് പോയിട്ടുണ്ട്, അവർക്കെല്ലാം ഒരേ ബ്രാൻഡ് സിഗരറ്റാണ് ഇഷ്ടം, അവർക്ക് ഒരേ ടൈപ്പ് ഭക്ഷണമാണ് ഇഷ്ടം. ടോക്ക് ഷോയിൽ പോയി ഉത്തരം പറയുമ്പോഴും അവരുടെ ശൈലികളും ഒരേപോലെ ആയിരുന്നു. ഒരാളുടെ ഉത്തരത്തിന്റെ ബാക്കി മറ്റൊരാൾ പറയും. അവർ വളർന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളാണെങ്കിലും ഓഡിയൻസിന് ഇവരെല്ലാം ഒരേ ആളാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ ഈ ന്യൂസ് പേപ്പേഴ്സും മീഡിയ കവറേജും കാരണം ഇവർ വലിയ ഫേമസ് ആയി. അതിലുപരി ഇവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അവർ 3 പേരും ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് ഒരുമിച്ച് താമസിക്കാനും തുടങ്ങി. അങ്ങനെ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോയി. ഇവരെ എന്തിനാ ജനിച്ചപ്പോൾ വേർതിരിച്ച് വിട്ടതെന്ന് അവർ ചിന്തിച്ചില്ല. പക്ഷേ ഇവരെ ദത്തെടുത്ത പാരൻസ് അവരെ അഡോപ്റ്റ് ചെയ്ത ഏജൻസിനെ വിളിച്ച് കാര്യം തിരക്കും. കാരണം അഡോപ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഇവരുടെ അടുത്ത് കുട്ടിക്ക് 2 ഐഡന്റിക്കൽ ബ്രദേഴ്സ് ഉള്ള കാര്യം പറഞ്ഞിട്ടില്ല. ആ അഡോപ്ഷൻ ഏജൻസിയുടെ പേരായിരുന്നു ലൂയിസ് വൈസ് സർവീസസ്. അത്യാവശ്യം പ്രസിദ്ധമായ ഏജൻസി ആയിരുന്നു. ശക്തരും സമ്പന്നരുമായ ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഈ ഏജൻസിയാണ് കോൺടാക്ട് ചെയ്യാറ്. പാരൻസ് ഏജൻസി ഹെഡുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. അവർ മീറ്റിംഗ് റൂമിൽ എത്തി ചോദിക്കും, നിങ്ങൾ മനഃപൂർവ്വം ഈ കുട്ടികളെ വേർപിരിച്ചു കൊടുത്തതാണോ? അതിന് മറുപടിയായി ഒരു എക്സിക്യൂട്ടീവ് പറയും, അതെ, കാരണം 3 കുട്ടികളെ ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ വളരെ കുറവാണ്, അതുകൊണ്ട് കുട്ടികൾക്ക് വേഗം ഒരു ഫാമിലിനെ കിട്ടാനാണ് അങ്ങനെ ചെയ്തത്. ഇത് കേട്ട് ഡേവിഡിന്റെ അച്ഛന് ദേഷ്യം വന്നു. നിങ്ങൾ എൻ്റെ മകന് 2 ബ്രദേഴ്സ് ഉണ്ടെന്ന് ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ 3 പേരെയും കൊണ്ടുപോയേനെ. ഏജൻസി അവരുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിന്നു. ഇതിനു പിറകിൽ എന്തോ കൂടുതലുണ്ടെന്ന് അവർക്ക് തോന്നി. കൂടുതൽ വിവരങ്ങൾ കിട്ടാത്തതുകൊണ്ട് അവർ നിരാശരായി റൂമിൽ നിന്ന് ഇറങ്ങി. ബോബിയുടെ അച്ഛൻ തൻ്റെ കൂടെ റൂമിൽ വെച്ച് മറന്നുപോയി. അതെടുക്കാൻ റൂമിലേക്ക് തിരികെ പോയപ്പോൾ റൂമിൻ്റെ ഡോറ് ചാരിയിട്ടിരിക്കുകയായിരുന്നു. ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട് ഡോറ് മെല്ലെ തുറന്ന് സൈഡിലിരിക്കുന്ന കുടയെടുക്കാൻ കൈ നീട്ടി. അപ്പോൾ ബോബിയുടെ അച്ഛൻ കണ്ടത് താൻ കുറച്ചു മുമ്പ് മീറ്റിംഗിൽ പങ്കെടുത്ത ആൾക്കാർ ഒരു ഷാമ്പെയിൻ ബോട്ടിൽ പൊട്ടിച്ച് ചിയേഴ്സ് പറഞ്ഞ് ആഘോഷിക്കുന്നതാണ്. എന്തോ കാര്യം നിറവേറ്റിയ മാതിരിയുള്ള ഒരു ആഘോഷം. ഇതും കൂടി കണ്ടപ്പോൾ പാരൻസിന് സംശയം കൂടി. ഈ നിഗൂഢതകൾ അന്വേഷിക്കാനായി വക്കീലന്മാരായി ബന്ധപ്പെടാൻ അവർ തീരുമാനിക്കും. തുടക്കത്തിൽ ന്യൂയോർക്കിലെ പ്രശസ്തമായ നിയമസ്ഥാപനങ്ങൾ ഈ കേസ് എടുക്കാൻ താല്പര്യപ്പെട്ടെങ്കിലും അവർ പിന്നീട് അതിൽ നിന്ന് പിന്മാറി. അഡോപ്ഷൻ ഏജൻസി ലൂയിസ് വൈസ് സർവീസസ് ആയതുകൊണ്ടായിരിക്കാം അവർക്ക് പിന്നിൽ ശക്തരായ ആൾക്കാർ ഉള്ളതുകൊണ്ട് വക്കീലന്മാർ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ മടിക്കുന്നതായിരിക്കും എന്ന് പാരൻസിന് തോന്നി. അങ്ങനെ ഈ അന്വേഷണത്തിന് പുരോഗമനമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ പതിയെ അവരും ഇതങ്ങ് വിടും. അവരുടെ മക്കളെല്ലാം സന്തോഷമായി കഴിയുന്നുണ്ട്. അവർക്കാണെങ്കിൽ ഇതിലൊന്നും വലിയ താല്പര്യവുമില്ല. വർഷങ്ങൾ കടന്നുപോയി. ബോബിക്കും എഡിക്കും ഡേവിഡിനും അവരുടെ സ്വന്തം ഫാമിലീസായി. ഒരിടയ്ക്ക് ഇവർ 3 ഒരു ബിസിനസ് തുടങ്ങി. ട്രിപ്ലറ്റ്സ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആണ് തുടങ്ങിയത്. ആദ്യ വർഷം റെസ്റ്റോറൻറ്റ് 1 ഹിറ്റ് ആവും. $1 മില്യൺ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ 2ാമത്തെ വർഷം റെസ്റ്റോറൻറ്റ് എങ്ങനെ നടത്തണമെന്നതിനെ കുറിച്ച് അവർ തമ്മിൽ തർക്കങ്ങളുണ്ടായി. ഇവർക്കിടയിലെ ആദ്യത്തെ വലിയ തർക്കമായിരുന്നു അത്. പ്രശ്നങ്ങൾ കൂടുതൽ വഷളായപ്പോൾ ബോബി ബിസിനസ്സിൽ നിന്ന് പിന്മാറി. ബോബിയുടെ പോക്ക് അവരുടെ എല്ലാം ബന്ധങ്ങൾ തകർത്തു. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് എഡിയാണ്. എഡിക്ക് 3 പേരും സന്തോഷമായി ഒരുമിച്ച് നിൽക്കാനായിരുന്നു താല്പര്യം. എഡിയിൽ ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. ഒടുവിൽ 3 ആഴ്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എഡി സ്വയം ജീവൻ അവസാനിപ്പിച്ചു. ഈ വാർത്ത 2 ബ്രദേഴ്സിനെയും അവരുടെ ഫാമിലീസിനെയും വളരെ വിഷമിപ്പിച്ചു. ഈ സമയത്താണ് ലോറൻസ് റൈറ്റ് എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് ഐഡന്റിക്കൽ ട്വിൻസിനെ പറ്റിയുള്ള ഒരു സയന്റിഫിക് ആർട്ടിക്കിൾ പുള്ളിയുടെ അന്വേഷണത്തിൽ കണ്ടുപിടിക്കുന്നത്. ആ ആർട്ടിക്കിളിന്റെ പേര് സൈക്കോ അനലിറ്റിക് സ്റ്റഡി ഓഫ് ദ ചൈൽഡ്. അതിൽ ന്യൂയോർക്ക് സിറ്റിയിൽ ജനിക്കുമ്പോൾ തന്നെ വേർപിരിച്ച ഐഡന്റിക്കൽ ട്വിൻസിനെ പറ്റിയുള്ള ഒരു ഗവേഷണത്തിന്റെ വിശദീകരണങ്ങളാണ്. ഐഡന്റിക്കൽ ട്വിൻസിനെ വെവ്വേറെ ഫാമിലിക്ക് അഡോപ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ഇത് എന്തിനാ ചെയ്തതെന്നും എന്തിനാണ് ഐഡന്റിക്കൽ ട്വിൻസിനെ ഉപയോഗിച്ചതെന്നും അറിയില്ല. പക്ഷെ ഈ സ്റ്റഡിയിലുള്ള ബേബീസ് വന്നത് ലൂയിസ് വൈസ് അഡോപ്ഷൻ സർവീസസിൽ നിന്നാണ് എന്നറിഞ്ഞ ലോറൻസ് ബോബിയെ വിളിച്ച് ഈ കാര്യം പറയും. താനും തന്റെ ബ്രദേഴ്സും ഒരു സയന്റിഫിക് സ്റ്റഡിക്ക് വേണ്ടി വേർപിരിച്ചതായിരിക്കും എന്ന് അറിയിക്കും. ഇതറിഞ്ഞ ബ്രദേഴ്സിന് നല്ല ദേഷ്യം വരും. കാരണം ആരുടെയോ ജിജ്ഞാസയ്ക്ക് വേണ്ടി അവരുടെ ലൈഫ് വെച്ച് ഗവേഷണം നടത്തിയിരിക്കുകയാണ്. ഇത് കാരണമാണോ ഡേഡിക്ക് ഡിപ്രഷൻ വരാൻ സാധ്യത ഉണ്ടായത്? ലോറൻസ് ഇതിനെക്കുറിച്ചൊരു ന്യൂസ് ആർട്ടിക്കിൾ എഴുതും. ഇത് കണ്ടിട്ട് വേറെ 2 ട്വിൻസ് ഇതുപോലെ ഗവേഷണത്തിനായി വേർപിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. അത് 2 പെൺകുട്ടികളായിരുന്നു. അവർക്കാണെങ്കിൽ ഡിപ്രഷന്റെ സിംറ്റംസ് ഉണ്ടായിരുന്നു. ഈ
സ്റ്റഡിയിൽ ഉപയോഗിച്ച കുട്ടികളുടെ മാനസികാരോഗ്യം മോശമാകുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ബോബിക്കും ഡേവിഡിനും ഇത് ആര് ചെയ്തതാണെന്നറിയില്ല, എന്തിന് ചെയ്തു എന്നും അറിയില്ല. പക്ഷേ ഇതിൽ നിന്ന് എന്തറിവാണ് നേടിയത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. ലോറൻസിന്റെ സഹായത്താൽ ലൂയിസ് വൈസ് അഡോപ്ഷൻ ഏജൻസി ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ ഒടുവിൽ സമ്മതിച്ചു, ഇങ്ങനെ ഒരു ഗവേഷണത്തിന്റെ ഭാഗമായിരുന്നു ഇവർ. കൂടുതൽ വിവരങ്ങൾ ഏജൻസി നൽകാത്തതുകൊണ്ട് സ്വന്തമായി ബാക്കി അന്വേഷണം തുടങ്ങി. ഈ ഗവേഷണം നടത്തിയ ഡോക്ടറിനെ കണ്ടുപിടിക്കാനായി ന്യൂയോർക്കിലെ പ്രശസ്തനായ സൈക്കോളജിസ്റ്റ് ഡോക്ടർ പീറ്റർ ആയിരുന്നു ഈ സ്റ്റഡി നടത്തിയത്. ലോറൻസ് ഡോക്ടറുമായി ഒരു ഇന്റർവ്യൂ സംഘടിപ്പിച്ചു. പക്ഷെ ഈ സ്റ്റഡിയെക്കുറിച്ച് ഡോക്ടർ ഒരു ഉത്തരവും കൊടുത്തില്ല. തന്റെ കണ്ടെത്തലുകൾ ഒരിക്കലും പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. 2008 ഡോക്ടർ മരിക്കും മുമ്പ് തന്റെ പഠനം സീൽ ചെയ്ത് യേൽ യൂണിവേഴ്സിറ്റിയിൽ സൂക്ഷിക്കും. അതിൽ 2066 വരെ അതാർക്കും നോക്കാനാവില്ല എന്ന് ഉറപ്പുവരുത്തി. ഇതാണ് പലരും ഡോക്ടർ ഇത്രയും വലിയ ടൈം ലോക്ക് ചെയ്തത് ഈ പഠനത്തിൽ ഉപയോഗിച്ച് എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പുവരുത്താനായിരിക്കുമെന്ന് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു ഡോക്യുമെന്ററി 3 ഐഡന്റിക്കൽ സ്ട്രേഞ്ചേഴ്സ്, അതിൽ ഡോക്ടർ പീറ്ററിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് നട്ടാഷയെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവരോട് ഈ പഠനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ ഈ പഠനത്തിന്റെ ഭാഗമല്ല, പക്ഷേ ഈ പഠനം നടത്തിയത് നിങ്ങൾ എങ്ങനത്തെ ഒരു വ്യക്തിയാവും എന്ന് നിശ്ചയിക്കുന്നത് പ്രകൃതിയാണോ അതോ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണോ എന്നറിയാനാണ്. അതായത് നമ്മൾ ജീവിതത്തിൽ ആരാവും എന്ന് തീരുമാനിക്കുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളാണ്, അല്ലെങ്കിൽ ഇതൊന്നുമല്ല, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ജനറ്റിക് മേക്കപ്പ് അതായിരിക്കും തീരുമാനിക്കുന്നത്. ഈ പറഞ്ഞ രണ്ടാമത്തെ കേസാണെങ്കിൽ നമ്മൾ ആരാവുമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും ആ ജനറ്റിക് മേക്കപ്പിലൂടെ. അപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിൽ വളർന്നാലും ഒടുവിൽ നമ്മൾ ആ വ്യക്തിയായി മാറും. അവർ കണ്ട റിസൾട്ടിൽ നമ്മൾ ഏത് സാഹചര്യത്തിൽ വളർന്നു എന്നതല്ല, നമ്മുടെ ജനറ്റിക് മേക്കപ്പാണ് നമ്മൾ ആരാവുമെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ അറിയാതെ തന്നെ അവിടെ എത്താനുള്ള സംഭവങ്ങളും തീരുമാനങ്ങളും എടുക്കും. നമുക്ക് നമ്മുടെ മുന്നിൽ പല ഓപ്ഷൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ സ്വതന്ത്രമായി ചിന്തിച്ച് ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണെന്ന്. എന്നാൽ അതൊരു തോന്നൽ മാത്രമാണ്. ശരിക്കും അത് മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. ട്രിപ്ലറ്റ്സിന്റെ കാര്യത്തിൽ ബോബിയെ മനഃപൂർവ്വം ഒരു സാമ്പത്തികമായി നല്ല നിലയിൽ ഉള്ള ഒരു വീട്ടിലേക്കാണ് വിട്ടത്. അവന്റെ അച്ഛൻ ഡോക്ടറും അമ്മ വക്കീലുമായിരുന്നു. അതായത് അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. എഡീനെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയേക്കാണ് കൊടുത്തത്. അവൻ്റെ അച്ഛനൊരു ടീച്ചറായിരുന്നു, അമ്മ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നു. ഡേവിഡിനെ കുറച്ച് സാമ്പത്തികമായി പിന്നോട്ടുള്ള ഒരു ഫാമിലിയിലാണ് കൊടുത്തത്. ഡേവിഡിൻ്റെ ഫാമിലിയിലെ എല്ലാവരും മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവിടെ സെറ്റിലായതാണ്. അവർക്കൊരു ചെറിയ ഷോപ്പുണ്ട്, അത് നടത്തിയാണ് അവർ ജീവിക്കുന്നത്. ഈ 3 കുട്ടികളുടെ കാര്യമെടുത്താൽ 3 പേരും വ്യത്യസ്തമായ സാമ്പത്തിക സാമൂഹിക ചുറ്റുപാടിൽ വളർന്നതാണ്. എന്നാൽ ഇവർ ആരായി തീർന്നു എന്നതിൽ യാതൊരു പങ്കും വഹിച്ചില്ല. ഈ പഠനത്തിന്റെ ഫലങ്ങൾ എന്തുകൊണ്ട് പുറത്ത് പബ്ലിഷ് ചെയ്തില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ദിവസം ഇതെല്ലാം പുറത്തു വരട്ടെ എന്ന് നട്ടാഷ ഡോക്യുമെന്ററിയിൽ പറയും. ആ ഡോക്യുമെന്ററിയിൽ തന്നെ ഈ പഠനത്തിന്റെ ഭാഗമായ ഒരു ഡോക്ടർ ലോറൻസ് പറയും, പുള്ളി നിശ്ചിത ഇടവേളകളിൽ കുട്ടികളുടെ വീട്ടിൽ പോയി അഡോപ്ഷൻ ഏജൻസി ചെക്കിങ്ങിന് വിട്ട ആളാണെന്ന പറഞ്ഞ പേരിൽ അവരെ നിരീക്ഷിക്കാൻ പോകുമായിരുന്നു. അയാൾ പറയും, പഠനം സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളുടെ സ്വാധീനത്തെപ്പറ്റി മാത്രമായിരുന്നില്ല, അത് വേറിട്ട പാരന്റിംഗ് ശൈലികളുടെ സ്വാധീനത്തിനെ കുറിച്ചും കൂടി ആയിരുന്നു. ട്രിപ്ലറ്റ്സിന്റെ കേസിൽ ഓരോ കുട്ടീനെയും ആ വീട്ടിൽ കൊടുക്കുന്നതിന് മുമ്പ് ആ കുടുംബം ഇതിനു മുന്നേ മറ്റൊരു കുട്ടിയെ ദത്തെടുത്തതിനു ശേഷമായിരുന്നു. ആദ്യമായി അഡോപ്റ്റ് ചെയ്യുന്ന കുട്ടി ഈ പഠനത്തിനുള്ള പരീക്ഷണ സാധനമായി മാറുകയായിരുന്നു. സയന്റിസ്റ്റ് ആദ്യമായി ദത്തെടുത്ത കുട്ടിയുടെ വീട്ടിൽ പോയി അവിടുത്തെ പാരന്റിംഗ് ശൈലി ആദ്യം പഠിക്കും. എന്നിട്ട് ഒരു അടിസ്ഥാന രേഖ സൃഷ്ടിച്ചു. അതിനുശേഷമാണ് ട്രിപ്ലറ്റ്സിനെ ആ കുടുംബത്തിലേക്ക് വിടുന്നത്. ആദ്യത്തെ കുട്ടികളുടെ പഠനത്തിൽ നിന്ന് ഇവരെ എങ്ങനെയാണ് വളർത്തുക എന്ന കാര്യത്തിൽ സയന്റിസ്റ്റിന് മുൻകൂട്ടി അറിയാമായിരുന്നു. ബോബിയുടെ അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട് വീട്ടിൽ സമയം ചെലവഴിക്കുന്നത് കുറവാണ്. പക്ഷെ തന്റെ മോനെ വളരെ കാര്യമായിരുന്നു. ഡേവിഡിന്റെ അച്ഛൻ ഷോപ്പ് ഓണർ ആയതുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. ഡേവിഡിനെ വലിയ കാര്യവുമാണ്. എഡിയുടെ അച്ഛൻ ടീച്ചറായിരുന്നു, കൂടെ ഉണ്ടാവും. പക്ഷെ കുറച്ച് സ്ട്രിക്റ്റ് സ്വഭാവമുള്ള ആളായിരുന്നു. കാര്യമായ സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തൊരു ടൈപ്പാണ്. പക്ഷെ ഉള്ളിൽ എഡീനെ ഇഷ്ടമാണ്. ഡോക്ടർ ലോറൻസ് ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും കുറെ പേര് എഡിയും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിന്റെ ശൈലി കൊണ്ടാവാം എഡിക്ക് ഡിപ്രഷൻ വന്നത് എന്ന് വിശ്വസിക്കുന്നു. ഈ കാഴ്ചപ്പാട് നതാഷ പറഞ്ഞതിനെതിരെയാണ്. ബോബിക്കും ഡേവിഡിനും അവരുടെ അച്ഛൻ നല്ലപോലെ സ്നേഹം പ്രകടിപ്പിച്ച് വളർത്തിയത് കൊണ്ടാണ് ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർക്കത് തരണം ചെയ്യാൻ പറ്റിയത്. നതാഷ പറഞ്ഞത് ശരിയാണെങ്കിൽ ട്രിപ്ലറ്റ്സിന് എല്ലാവർക്കും ഡിപ്രഷൻ വരേണ്ടതല്ലേ? ഈ പഠനം ഇതുവരെ പബ്ലിഷ് ചെയ്യാത്തതുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമുക്കറിയില്ല. ട്രിപ്ലറ്റ്സ് ഈ സ്റ്റഡിയുടെ ഭാഗമായതിനാലും അവരുടെ സൈഡിൽ നിന്നും ഒരുപാട് പ്രഷർ ചെയ്തപ്പോൾ അവർക്ക് യേൽ യൂണിവേഴ്സിറ്റിയിൽ സീൽ ചെയ്തു വെച്ച പഠനത്തിന്റെ ഫയലുകൾ നോക്കാൻ ഒരു അവസരം കൊടുത്തു. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ പ്രതീക്ഷിച്ചു പോയ അവർക്ക് കിട്ടിയത് 10,000 പേജുള്ള ഒരു ടെക്നിക്കൽ ഡോക്യുമെന്റ് ആണ്. അതിൽ ഭൂരിഭാഗം പേജും ബ്ലാക്ക് ഇങ്ക് കൊണ്ട് മറച്ചിരുന്നു. അതിനാൽ പഠനത്തിനെ കുറിച്ച് വീണ്ടും കൂടുതൽ അറിയാനായില്ല. ഈ പഠനം 1980 ട്രിപ്ലറ്റ്സ് ഒരുമിച്ചു എന്ന വാർത്ത കിട്ടിയപ്പോൾ നിർത്തിവെച്ചു. ആൾക്കാരുടെ സമ്മതമില്ലാണ്ട് അവരുടെ ജീവിതം വെച്ച് പരീക്ഷണം നടത്തിയ സയന്റിസ്റ്റുമാരും
അതിൻ്റെ ഭാഗമായിരുന്ന ലൂയിസ് വൈസ് അഡോപ്ഷൻ ഏജൻസിക്കുമെതിരെ ഒരു കേസും എടുക്കാനായില്ല. എല്ലാം ആരോ തെളിവുകളില്ലാതെ മറച്ചു വെച്ചിരുന്നു. ഇതൊരു റിയൽ ലൈഫ് സ്റ്റഡിയാണ്. ഇതിൻ്റെ ഡോക്യുമെൻ്ററിയും മറ്റു ഡീറ്റെയിൽസും നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും.